പ്രായമായവർക്ക് പരിപാലന പദ്ധതിയുമായി കുവൈറ്റ്. പരിചരണവും ബഹുമാനവും അംഗീകാരവും ഉറപ്പാക്കുന്നതോടൊപ്പം സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ അവരെ പ്രാപ്തരാക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് കുടുംബ സാമൂഹികക്ഷേമ മന്ത്രി ഡോക്ടർ അംതാൽ അൽ ഹുവൈല പറഞ്ഞു. പ്രായമായവരുടെ ജീവിത നിലവാരവും മാനസിക സാമൂഹ്യക്ഷേമവും ഉയർത്താൻ ലക്ഷ്യമിട്ട് കുവൈറ്റ് സാമൂഹ്യക്ഷേമ വകുപ്പ് ജീവിതത്തിന് കൂട്ട് എന്ന പേരിൽ പരിപാലന പദ്ധതി ആരംഭിച്ചു. കുടുംബ സാമൂഹ്യക്ഷേമ മന്ത്രി ഡോക്ടർ അംതാൽ അൽ ഹുവൈല ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാർ സ്ഥാപനങ്ങളും സാമൂഹിക സംഘടനകളും തമ്മിലുള്ള സഹകരണത്തിന്റെ മാതൃകയായി ഷെയ്ഖ് അബ്ദുള്ള അൽ നൂറി ചാരിറ്റബിൾ സൊസൈറ്റിയുമായി ചേർന്നാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സോഷ്യൽ വെൽഫെയറിന് കീഴിലുള്ള അവയർനെസ് ആൻഡ് ഗൈഡൻസ് സെന്റർ ഈ സംരംഭം നടപ്പാക്കുന്നത്. പ്രായമായവർക്ക് പരിചരണവും ബഹുമാനവും അംഗീകാരവും ഉറപ്പാക്കുന്നതോടൊപ്പം സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ അവരെ പ്രാപ്തരാക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. വയോജനങ്ങളുടെ മാനസികാരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്താനും സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് കൗൺസിലിംഗ്, പൊതുപരിപാടികൾ, ശില്പശാലകൾ എന്നിവ സംഘടിപ്പിക്കും. അവരുടെ കഴിവുകളും അനുഭവ സമ്പത്തും ഉപയോഗപ്പെടുത്താനും സമൂഹത്തിൽ തൊഴിൽ പങ്കാളിത്തം ഉറപ്പുവരുത്താനും പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. ജീവിതത്തിന് കൂട്ട് പദ്ധതി പ്രായമായ പൗരന്മാർക്ക് നന്ദിയും അംഗീകാരവും അറിയിക്കലാണെന്നും സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ അവർ നൽകിയ സംഭാവനകൾക്കും പങ്കിനുമുള്ള ആദരവാണെന്നും ജനറൽ ഡയറക്ടർ ഓഫ് സോഷ്യൽ വെൽഫെയർ ഡയറക്ടർ ജനറൽ ഡോക്ടർ ജാസിം അൽ കന്താരി പറഞ്ഞു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.